നമ്മൾ ഈ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് സ്ട്രോങ് ആക്കാന്ന് പറയുന്നത് അധിക സമയവും ഇറ്റ്സ് നോട്ട് ബൈ ഓഫറിങ് ഹെൽപ്പ്. നമ്മൾ അധിക സമയം പറയും ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണോ, അതിന് ഹെൽപ്പ് ചെയ്യണോ, ഇതിന് ഹെൽപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അധിക സമയം അങ്ങോട്ട് പറയും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും കൂടി ഹെൽപ്പ് ചോദിക്കുമ്പോഴാണ് അവിടെ കണക്ഷൻസ് സ്ട്രോങ് ആക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ അവരുടെ ആ കുഴപ്പം പറഞ്ഞാൽ എന്നെ ഈ കാര്യം ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കണക്ഷൻസ് സ്ട്രോങ് ആവും. ഇവിടെ രണ്ട് ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നത്, അതർ പേഴ്സണിന് കിട്ടുന്നത്. അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ആവും. അതുകൊണ്ടാണ് അവിടെ കണക്ഷൻസ് സ്ട്രോങ് ആവുന്നത്, ട്രസ്റ്റ് ബിൽഡ് ആകുന്നത്. രണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫീലിംഗ് അവർക്ക് തോന്നും ഹി ഈസ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. അപ്പൊ അവർ വൾണറബിൾ ആവുകയാണ്. ഹി ഈസ് ബീങ് വൾണറബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ, സോ ഹി ട്രസ്റ്റ് മീ. ഫസ്റ്റ് ഫീലിംഗ്. സെക്കൻഡ് ഫീലിംഗ് എന്ന് പറയുന്നത്, നമ്മൾക്ക് അറിയുന്ന ആളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യം, ഭയങ്കര ഹോണർ ആയിട്ടുള്ള കാര്യമാണ് അറിയുന്ന ആളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആ രണ്ട് ഫീലിംഗ് ആണ് നിങ്ങൾ ആ ഒരു ഹെൽപ്പ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ കിട്ടുന്നത്. സോ ആ രണ്ട് ഫീലിംഗ് അവിടെ വരുന്നുണ്ട്, അവിടെ കണക്ഷൻസ് സ്ട്രോങ് ആവും, ട്രസ്റ്റ് ബിൽഡ് ആവും. സോ ഇത് ഞാൻ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാല്, ഇത് ഉറപ്പില്ല കാര്യമാണ്. അതായത് നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സ്, നിങ്ങൾ കണക്ഷൻസിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ലൈക്ക് ദേ വോണ്ട് ആസ്ക് ഫോർ ഹെൽപ്പ്. അവർ നിങ്ങളെ ഒരിക്കൽ നിങ്ങളടുത്ത് വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുകയേ ചെയ്യില്ല. ബിക്കോസ് ദേ തിങ്ക് ദാറ്റ് അവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാവും, ലൈക്ക് നിങ്ങൾക്ക് ഈ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ അതൊരു ഭാരമാവില്ലേ നിങ്ങൾ വിചാരിച്ചാൽ അവർ ആ ഭാഗത്തേ വരുമ്പോൾ ഹെൽപ്പ് ചോദിച്ചിട്ട് വരികയേ ചെയ്യില്ല. സോ ജസ്റ്റ് മെസ്സേജ് ദം, ജസ്റ്റ് റിമൈൻഡ് ദം ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ ഹോണർ. ഒരു അഭിമാനമുള്ള ഒരു കാര്യമായിരിക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. ഒരു അഭിമാനമുള്ള ഒരു കാര്യമായിരിക്കും. ഐ വുഡ് ലവ് ടു സ്റ്റേ ഇൻ ദ മഡ് വിത്ത് യു. ഇതിലൊരു കാര്യം അവരെ മെസ്സേജ് അയച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഗിവ് ദം ദാറ്റ് ഫീലിംഗ്, ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഹോണർ. നിന്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് ഒരു ഹോണർ ആയിരിക്കും നിന്റെ ഒരു ഹെൽപ്പിന്റെ കാര്യത്തിൽ. അങ്ങനെ അയക്കുകയാണെങ്കിൽ they will just feel easy to talk with you about every problem they have.